ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മൾ ചായയെല്ലാം കുടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്യാരറ്റ് അധികമൊന്നുമില്ല കേട്ടോ, ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വാലും തലയൊക്കെ ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രം കൊണ്ടുവന്നിട്ട് എന്താ പറയുക, അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാൻ നല്ല സൗകര്യം ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിതുപോലെ നമ്മുടെ ബീൻസിൻ്റെ വാലും തലയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായി തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, വെള്ളമൊക്കെ നന്നായി വാർന്ന് കിട്ടും. അങ്ങനെ നമ്മൾ നമ്മുടെ ബീൻസ് എല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചെറുതായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ കുറേശ്ശെ എടുത്തിട്ട് ബീൻസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീനിച്ചട്ടി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചീനിച്ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം വറുത്തെടുക്കാൻ പോണത് കുറച്ച് കൊള്ള കേട്ടോ. കൊള്ള പറയുമ്പോൾ നമ്മുടെ മുതിര, അതൊരു 2 സ്പൂൺ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ വെറും ചട്ടിയിലാണ് വറുത്തെടുക്കുന്നത്, എണ്ണ ചേർക്കാണ്ട് കേട്ടോ. അതാണ് നമ്മൾ വെറും ചട്ടി എന്ന് പറഞ്ഞത്. നമ്മുടെ 2 സ്പൂണ് നമ്മുടെ കൊള്ളു ചേർത്ത് നന്നായി തന്നെ വറുത്തെടുക്കുക. കുറച്ച് നേരം അതിങ്ങനെ പൊട്ടി വരും. അപ്പം നമ്മളതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ കൊള്ളു നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് മുളക് വറുത്തെടുക്കണം കേട്ടോ. അപ്പം ഞാനൊരു 5-8 മുളക് ഉണ്ടാകും കേട്ടോ. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാർ പരിപ്പ് കേട്ടോ, അത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് നമ്മുടെ കടലപ്പരിപ്പ്, 3 പരിപ്പും കൂടെ ചേർത്ത് നന്നായി തന്നെ വറുത്തെടുക്കുക. മണം വരും കേട്ടോ. ആ സമയം വരെ വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ വറക്കേണ്ട ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതേ ചീനിച്ചട്ടിന് വെച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തു. അത് നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിനി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ, നമ്മൾ ഉപ്പേരി കടുക് വറുക്കാൻ പോകുകയാണ് കേട്ടോ. ചൂടായതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുത്തു. അത് നന്നായി തന്നെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയുള്ളി നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അരിഞ്ഞ് വെച്ചത്, അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരുവിധം വാടിയതിന് ശേഷം ഞാൻ പിന്നെ ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീൻസ് ഉപ്പേരി നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിന് ശേഷം നമ്മുടെ കൊള്ളു വറുത്ത് മാറ്റിയത് ഒന്ന് പൊടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. നന്നായി തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ മുളക് അതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മുളക് ചേർത്ത് കൊടുത്തു. അതുപോലെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പുകൾ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പരിപ്പ് ചമ്മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെയുള്ള ചമ്മന്തികളൊക്കെ ഉണ്ടാക്കി അത്ര നന്നാവാറില്ല, പക്ഷേ ഇന്ന് ഉണ്ടാക്കിയ ചമ്മന്തി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിലേക്ക് പൊടിച്ചുകൊണ്ട് വന്നതിലേക്ക് എന്താ പറയുക, പുളിപ്പിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ പുളി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. ഒരുപാട് ഒഴിച്ചതൊരു പുളിവിളുന്നായി പോവും. ഇല്ല, വെള്ളം ഒഴിക്കാണ്ട് അരക്കണേ അങ്ങനെ അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് ചമ്മന്തിയാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. പണ്ടൊക്കെ ഇതുപോലെ നമുക്ക് വയ്യാത്ത സമയങ്ങളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ചമ്മന്തി ആയിരിക്കും. അത് നമ്മുടെ നല്ല കല്ലിലാണ് കേട്ടോ അരയ്ക്കാറുള്ളത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്നും നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ വരില്ല. അമ്മ അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നാമത്തെ കല്ലിലും കൂടിയല്ലേ അരയ്ക്കും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഞാനിങ്ങനെയുള്ള ചമ്മന്തികൾ അരച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കാറേ ഇല്ല കേട്ടോ.
പക്ഷേ ഇന്ന് ഈ ചമ്മന്തി അടിപൊളിയായി തന്നെ വന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, എനിക്കും നല്ല ഇഷ്ടമായി കേട്ടോ. എന്താ ഇന്ന് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ കാരണം പറഞ്ഞാൽ ഏട്ടനും അക്ഷയും ഇവിടെ ഇല്ല കേട്ടോ. അക്ഷയ്ക്ക് നല്ല പനിയായിരുന്നു, അതുകൊണ്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പനിക്ക് നമ്മൾ അന്ന് പനി വന്നിട്ട് മെല്ലെ മാറി ഒരുവിധം ശരിയാകുമ്പോഴേക്കാണ് വീണ്ടും പനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും പനിയായ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ചമ്മന്തിയും അതുപോലെ നല്ല രസവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പേരി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അപ്പുറത്തടുപ്പിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ഉപ്പുമാവിനുള്ള വെള്ളം. പിന്നെ നമ്മൾ പുളി തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തു. അതിലേക്ക് നമ്മൾ തക്കാളിയും അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. അതൊന്നും അവിടെ ഇരിക്കട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്തു. നമ്മുടെ ഉപ്പുമാവിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് കാണിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉപ്പുമാവൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പനിയുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഒരു കൊള്ളി രസവും അതുപോലെ നല്ല പരിപ്പ് ചമ്മന്തിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇതുപോലെ തന്നെ നല്ല സൂപ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ചേന കൊണ്ടുള്ള സൂപ്പ്, നാടൻ സൂപ്പ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം, വേണമെന്നുള്ളവർ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പനിയുള്ള സമയത്തൊക്കെ നമ്മുടെ നാടൻ ചേന സൂപ്പ് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ രസത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, അതുപോലെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരിക. ആ പൊടിച്ചതിലേക്ക് പിന്നെ നമ്മൾ 3-4 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഉപ്പുമാവൊക്കെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇനി നമുക്ക് രസവും കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇപ്പം നമ്മുടെ ഉപ്പേരി, ഉപ്പുമാവ്, ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യും പോലെ പുളിവെള്ളത്തിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി കൂട്ടുണ്ടല്ലോ അതുകൂടെ ചേർത്ത് നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി തിളച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ സത്തൊക്കെ നമ്മുടെ പുളിയിലാവണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് വെറും കൊള്ള്, അതായത് നമ്മുടെ മുതിര വറുത്ത് പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊള്ള് രസം കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ഇനി നന്നായി തന്നെ തിളച്ച് വരണം കേട്ടോ. ആദ്യമേ നമ്മൾ പച്ചമുളക് ചേർക്കേണ്ടതാണ്, എനിക്ക് മറന്നു പോയി കേട്ടോ. അതാണ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നത്. നിങ്ങൾ ആദ്യമേ പുളിവെള്ളം അടുപ്പി വെക്കുന്ന സമയത്തേ പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം കായപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വരുമ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കൊള്ളിൻ്റെ. ഇപ്പം നമ്മൾ ഉപ്പും മുളകൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സാധാരണ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഏകദേശം കുക്കിംഗ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ല മണമാണ് കേട്ടോ നമ്മുടെ രസത്തിന്. പിന്നെ കറിവേപ്പില, മല്ലിത്തല അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ പിന്നെ നമ്മുടെ അക്ഷയും അശ്വിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പ് പറഞ്ഞിട്ട് ജെർക്കിനൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് നല്ല ക്ഷീണവും നല്ല പനിയും ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് പനി വിട്ട് ഇങ്ങനെ വരികയായിരുന്നു. നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ പാഞ്ചി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ അതെല്ലാം ആയതിനു ശേഷം വന്നിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ ഒന്ന് വിറ്റൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വയ്യാതെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികളും നമ്മുടെ കാര്യങ്ങളൊന്നും നേരെ ചൊവ്വേ സമയത്ത് നടക്കില്ല അല്ലേ. പിന്നെ നമ്മൾ മിറ്റോടിക്കെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ അശ്വിന് ഭക്ഷണം കൊടുക്കണം കേട്ടോ. അപ്പോൾ അവന് ഉപ്മാവ് മതി പറഞ്ഞു. ഞാൻ പിന്നെ അക്ഷയ്ക്ക് കഞ്ഞി ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ രസം ഒഴിച്ച് ചമ്മന്തി കൂട്ടി കൊടുക്കാൻ വേണ്ടി ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവൾ പിന്നെ വീഡിയോയിലൊന്നും വന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ആകെ ആൾക്കുട്ടി ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊന്നും നമ്മൾ വയ്യാത്തവരെ എന്തിനാ വെറുതെ അതിലൊക്കെ ബുദ്ധിമുട്ടിക്കണോട്ട് പിന്നെ ഞാൻ അവളെയൊന്നും വീഡിയോ എടുത്തതേ ഇല്ല കേട്ടോ. റെസ്റ്റ് എടുത്തോട്ടെ എന്നും പറഞ്ഞിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പിന്നെ അശ്വിന് സ്കൂളിലേക്ക് പോയി കേട്ടോ. എന്തോ ഇന്ന് നല്ല ബുദ്ധിയോട് കൂടിയാണ് കേട്ടോ പോയത്. ചേച്ചിക്ക് വയ്യ പറഞ്ഞപ്പോൾ പിന്നെ അവനെ മനസ്സിലായി അവൾക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണെന്ന് കേട്ടോ. അതുകൊണ്ട് പിന്നെ ടാറ്റയൊക്കെ തന്നിട്ട് അങ്ങനെ പോയി കേട്ടോ.
ഇനി നമുക്ക് ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അവർ ഡോക്ടറെ അടുത്ത് പോയി വരുമ്പോൾ തന്നെ കുറച്ച് സമയമായി കേട്ടോ. അപ്പോൾ വൈകിട്ടാണ് നമ്മുടെ അശ്വത് സ്കൂളിലേക്ക് പോയത്, കുറച്ച് വൈകി. പിന്നെ അവനെ കൊണ്ട് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനും ഏട്ടനും പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഏട്ടനൊക്കെ പോയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ചെയ്യാൻ വന്നു. പിന്നെ വേഗം വന്നതിന് ശേഷം പിന്നെ നമ്മുടെ പാത്രത്തിലെ ചോറും അതുപോലെ ഉപ്പേരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ മാറ്റി ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചമ്മന്തിയിലെ സ്പൂണ് അതെല്ലാം മാറ്റി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് വെളിയിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് അതെല്ലാം വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ താഴമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിറകൊക്കെ നമ്മൾ ആദ്യം ഇവിടെ അടുപ്പിൽ കത്തിക്കുമ്പോൾ വെക്കുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുക പറഞ്ഞാൽ നമ്മൾ ഈ പട്ടയല്ല നമ്മളിങ്ങനെ അട്ടകളൊക്കെ ഉണ്ടല്ലോ, അട്ട അതുപോലെ ചകിരി ചിരട്ട ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ വെള്ളം കാച്ചാറുള്ളത്. ഇപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളം മാത്രമല്ല കാച്ചുന്നത്, അതുകൊണ്ട് നമുക്ക് അധികം വിറകിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ വെള്ളം കാച്ചി എടുക്കുന്നത്. ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചാക്ക് മാറ്റിയപ്പോണ്ട് നിറയെ എറുമ്പുകൾ കേട്ടോ, കടിക്കുന്ന എറുമ്പുകൾ. അപ്പോൾ പിന്നെ അതൊക്കെ പോട്ടെ കൊണ്ട് ഞാൻ പിന്നെ ചാക്കിനെടുത്ത് വെളിയിലിട്ടതിന് ശേഷം ഒന്ന് കുടഞ്ഞിട്ട് പിന്നെ ആദ്യം ഉമ്മർത്തതൊന്ന് ഉണക്കാൻ കൊണ്ടിട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് പിന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുത്തത് കേട്ടോ. അടിച്ചെടുത്തത് ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് വിറകൊന്നും അവിടെ വെക്കാനില്ല. എന്താ പറയുക, ചിരട്ടിയും ചകിരിയും കൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ വെള്ളം കാച്ചി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ ചാക്കിലാക്കിയതുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് വെടിച്ചതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിച്ച് മാത്രം വിട്ടിട്ട് വേഗം തന്നെ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിയിൽ അടുക്കള ഒന്ന് അടിച്ചൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ വന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെ നമുക്ക് കുറച്ച് കല്ലി തിരുമ്പേണ്ട തുണികളൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് എടുത്തിട്ട് വന്നിട്ട് വേഗം തന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് താത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കുതിർന്നാൽ നമുക്ക് വൈകുന്നേരം തിരുമ്പിയെടുക്കാമല്ലോ. അതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് വേഗം തന്നെ നമുക്ക് തുണി തിരുമ്പാനുണ്ട്. ഇപ്പോൾ അക്ഷയ്ക്ക് വയ്യാത്ത കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മളാണ് കേട്ടോ നമ്മൾ തുണി തിരുമ്പുന്നത്. അവളുണ്ടെങ്കിൽ രാവിലെ 8 മണിയാകുമ്പോഴേക്കും തന്നെ തുണിയെല്ലാം തിരുമ്പി ഈ നേരം ആകുമ്പോഴേക്കും നമ്മുടെ തുണിയെല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ അവൾ കിടക്കണ കാരണം പിന്നെ കുട്ടിക്ക് തീരെ വയ്യ, അതുകൊണ്ട് പിന്നെ 2 ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ചെറിയതാണെങ്കിലും അവരൊരു സഹായം ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയൊരു സഹായമാണ് അല്ലേ. എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ എല്ലാ പണിയും കൂടെ നമ്മൾ ഒരുമിച്ച് രാവിലെ നേരത്തെ എടുക്കുക പറഞ്ഞാൽ അത് നമുക്ക് സമയം ഉണ്ടാവില്ല. കുക്കിങ്ങും ക്ലീനിങ്ങും തുണി തിരുമ്പലും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുക പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഏകദേശം ഒരുവിധം പണി ഒരുങ്ങിയാൽ മാത്രമേ നമുക്ക് എന്താ പറഞ്ഞാൽ ഈ തിരുമ്പലൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അവളാകുമ്പോൾ എന്താ പറയുക 8 മണിയാകുമ്പോഴേക്കും നമുക്ക് തുണിയെല്ലാം തിരുമ്പി തോരിയിട്ട് തരും കേട്ടോ. അപ്പോൾ പിന്നെ ആ പണി നമുക്ക് ചെയ്യണ്ട. ഇന്നിപ്പോൾ നമ്മൾ ഏകദേശം പണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പിന്നെ തുണിയെല്ലാം തിരുമ്പാൻ വന്നത് കേട്ടോ. രാവിലെ എണീച്ചതും തുണി തിരുമ്പ് പറയുമ്പോൾ നമുക്ക് കുക്കിങ്ങും പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കാനൊന്നും നേരം കിട്ടില്ല. പിന്നെ വെറുതെ മുകളിലായ കാരണം നമുക്ക് വെറുതെ കയറി ഇറങ്ങി വരേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പിന്നെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുണിയെല്ലാം ഇട്ടതിന് ശേഷമാണ് കേട്ടോ, നമ്മൾ പണിയെല്ലാം ഏകദേശം ആയതിന് ശേഷമാണ് പിന്നെ തുണിയെല്ലാം കൊണ്ട് ഇട്ടിട്ട് അതൊന്ന് ക്ലീനായി വരുമ്പോഴേക്കും നമ്മൾ മിറ്റമല്ല കോലയൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ വന്നു കേട്ടോ. അപ്പോൾ കോലയൊക്കെ അടിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ തുണിയെല്ലാം ഏകദേശം തിരുമ്പി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം കൊണ്ടുവന്നിട്ട് വേഗം തന്നെ തോരിയിടുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായി ഒരു സഹായം അവർ ചെയ്യുമ്പോൾ നമുക്കതൊരു വലിയൊരു സഹായമാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ ഏകദേശം പണിയൊക്കെ ആയതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ തുണി തിരുമ്പലൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നേരം ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഞാൻ വന്നിട്ട് നമ്മുടെ തുണികളെല്ലാം തോരിയിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കൊള്ളു രസവും പരിപ്പ് ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക്. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ചമ്മന്തി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കും. നാളെ 12:15 വരാം കേട്ടോ.